മാർച്ച് ഏപ്രിൽ മാസത്തെ അതിഭയങ്കരമായ ഉഷ്ണം. ആ സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ വരുന്നവർ പറയുന്ന ഒരു 4-5 ഡിഗ്രി ചൂട് കുറവുണ്ട് ഈ വീട്ടിനകത്തെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എ സി ഇല്ലെങ്കിലും എപ്പോഴും ഒരു എ സി ഉള്ളതിൻ്റെ ഒരു എഫക്റ്റാണ് ഈ വീടിന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അന്ന് ഞാനിത് 26 വർഷത്തിന് മുമ്പ് പണിയുമ്പോഴത്തേക്ക് 105 രൂപയാണ് മേശിരിയുടെ ശമ്പളം, 75 രൂപയാണ് മൈക്കാടിൻ്റെ ശമ്പളം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്രയും ആണെങ്കിലും എനിക്കത് വലിയൊരു കോസ്റ്റ് ആയില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ലോറി ബേക്കർ എന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു നല്ല ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നിർമ്മിതികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. അദ്ദേഹം മലയാളി വിവാഹം കഴിച്ചു. അദ്ദേഹം കേരളത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യം വരെ കേരളത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നിർമ്മിതികൾ നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ കോഫി ഹൗസ് ഉൾപ്പെടെ എല്ലാം അദ്ദേഹത്തിൻ്റെ നിർമ്മിതികളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ആ ഒരു ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷമാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇത് നമ്മുടെ കൊല്ലം ജില്ലയിൽ രാമൻകുളങ്ങരയിൽ ആൻ്റണി ജോൺ സാറിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊരു പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നിർമ്മിച്ച വീടാണ്. 26 വർഷമായി. പക്ഷേ എങ്കിലും ലാറി ബേക്കറിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നിർമ്മിച്ചൊരു വീടാണ്. LAURY ലോറി എന്ന ഇംഗ്ലീഷുകാരനാണ് അദ്ദേഹം. ഇംഗ്ലീഷുകാരനായിരുന്നു അദ്ദേഹം. ഒരു മലയാളി സ്ത്രീയെ വിവാഹം കഴിച്ച് അങ്ങനെ നമുക്കിവിടെ കേരളത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ കേരളത്തിൽ നമുക്ക് ഈ ലോ കോസ്റ്റ് ഭവനങ്ങൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അതും പ്രകൃതിക്കിണങ്ങുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അതിനകത്ത് ഈ ഭിത്തി എന്ന് പറയുന്നത് റാറ്റ് ട്രാപ്പ് കൺസ്ട്രക്ഷൻ എന്ന് പറയും. അതായത് 2 കട്ടകൾ അപ്പുറത്തും ഇപ്പുറത്തും വന്നിട്ട് സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് കാണും. അപ്പം ഈ ഭൂമി എത്ര ചൂട് പിടിച്ചാലും ഈ ചൂട് ഈ ഭിത്തി ഒരിക്കലും അകത്തോട്ട് കടത്തിവിടത്തില്ല. അതാണ് റാറ്റ് ട്രാപ്പിൻ്റെ. അപ്പോൾ റാറ്റ് ട്രാപ്പ് മോഡലിലാണ് ഇതിൻ്റെ ഭിത്തികൾ, ഈ വീടിൻ്റെ ഭിത്തികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ മേളിൽ റൂഫാണെങ്കിൽ ഈ കോൺക്രീറ്റിന് വേണ്ടി അവർ കമ്പി കെട്ടും ചതുരങ്ങളായിട്ട് കെട്ടുകയല്ലേ, എന്നിട്ട് കോൺക്രീറ്റ് കുഴച്ചിടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കമ്പി കെട്ടിയിട്ട് അതിൻ്റെ നടുക്ക് 2 ഓട് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതിന് ചുറ്റുമാണ് കോൺക്രീറ്റ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കോൺക്രീറ്റ് ലാഭമുണ്ട്, കമ്പി ലാഭമുണ്ട്. ഒപ്പം ഈ മേളിൽ നിന്നുള്ള ചൂട് ഇതിനിടയ്ക്കുള്ള എയർ വാക്യൂം അത് തടഞ്ഞു നിർത്തി ചൂട് അകത്തോട്ട് കടത്തിവിടത്തില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് ഏപ്രിൽ മാസത്തെ അതിഭയങ്കരമായ ഉഷ്ണം, ആ സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ വരുന്നവർ പറയുന്ന ഒരു 4-5 ഡിഗ്രി ചൂട് കുറവുണ്ട് ഈ വീട്ടിനകത്തെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എ സി ഇല്ലെങ്കിലും എപ്പോഴും ഒരു എ സി ഉള്ളതിൻ്റെ ഒരു എഫക്റ്റാണ് ഈ വീടിന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ വീട് നിർമ്മിച്ചിട്ട് എത്ര വർഷമായി? ഇപ്പൊ 26 വർഷമായി വീട് നിർമ്മിച്ചിട്ട്. ഈ ലോറി ബേക്കറിന്റെ ശിഷ്യൻ ഒരു കൊട്ടിയൻ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു ജില്ലാ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. അപ്പം അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ഇപ്പൊ NS ഹോസ്പിറ്റലിൽ അവിടുത്തെ ഒരു ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ഒരു ഭിത്തി നമ്മൾ ബാക്കിൽ കാണുമ്പോൾ ഇതിങ്ങനെ തിരിച്ചാണല്ലോ വെച്ചിരിക്കുന്നത്. അത് 2 കട്ട അപ്പുറം ഇപ്പുറം വെച്ചേക്കുവാ അല്ലേ? ഒരു കട്ട ഈ ഫ്രണ്ടിലും ഉണ്ട്, ഇതിന്റെ ബാക്കിലും ഒരു കട്ടയുണ്ട്. അപ്പൊ ഈ 2 കട്ടയുടെ ഇടയിലായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്. അല്ല, ഇത് നമ്മളൊരു ഈ 2 കട്ടകൾ തമ്മിൽ എന്ത് ചെയ്താലും ഒരു ചെറിയ ഗ്യാപ്പ് വരും. അപ്പം ഈ ആദ്യ കാലങ്ങളിലൊക്കെ ഇത് ഫില്ല് ചെയ്യാതെ അവർ ചെയ്തപ്പോഴത്തേക്കും ഇതിനകത്ത് ഈ ചെലന്തിയും അങ്ങനെയൊക്കെയുള്ള പ്രാണികൾ ആ ചെറിയ ഗ്യാപ്പിൽ കയറി കൂട് വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്ന ഉടനെ ഈ ഗ്യാപ്പ് അവർ ഫില്ല് ചെയ്തു. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്താണ്. പക്ഷെ അത് ഒരു കുറച്ച് കലാപരമായിട്ട് അല്ലെങ്കിൽ കുറച്ച് സൗന്ദര്യപരമായിട്ട് അവരിത് ഫില്ല് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് കുമ്മായം, അപ്പത്തിൻ്റെ അരിപ്പിൽ അവർ കുമ്മായം അരിച്ചെടുത്തിട്ട് കള്ളിമുള്ളിൻ്റെ എസൻസ് അതിൻ്റെ ചാറെടുത്തിട്ട് ഇത് 2 കൂടെ മിക്സ് ചെയ്ത് ചെറിയ കരണ്ടി കൊണ്ട് ഇങ്ങനെ വരച്ച് ഇത് ഫില്ല് ചെയ്താണ് ഇത് കാണുന്നതെന്ന് പറയുന്നത്. മിക്സ് ചെയ്ത് നല്ല ഫിനിഷിങ്, സ്മൂത്ത്, നമ്മളെ മാർബിൾ പോലെ അത്രയും ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. മൊത്തം അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇത് ആ സമയത്ത് തന്നെ തേച്ചതാണ്. ഇത് കെട്ടിടം നിർമ്മിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ചെയ്തതാണ്. ഇതെല്ലാം
മാത്രം മാറ്റി ഇട്ടത് ആ. തേക്കാതിരുന്നത്. ആർച്ചുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് അന്നേരം ചെയ്ത് എന്നിട്ട് പിന്നെ അത് ചെയ്തതാണ്. അതായത് ആർച്ചും പറയുന്നത് നമുക്ക് പഴയ കാലത്തെ റോമ സാമ്രാജ്യത്തിലെ കൺസ്ട്രക്ഷൻസ് എടുത്താൽ ആർച്ചാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് താങ്ങാനുള്ള കഴിവുണ്ട് ഈ ആർച്ചിന്. അതിൻ്റെ ഒരു സയൻറ്റിഫിക് സൈഡ് അതാണ്. ഈ ആർച്ചാണെങ്കിൽ വെയിറ്റ് താങ്ങാം. അപ്പോൾ വലിയ ഒരു കമ്പിയോ അങ്ങനെയുള്ള വലിയ ഭാരം കൊടുക്കാതെ തന്നെ ഈ ആർച്ചിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെ വെയിറ്റ് താങ്ങാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ 2 നിലയിലല്ലേ നിർമ്മിച്ചിരിക്കുന്നത്? അതെ, 2 നിലയിലാണ്. 2 നിലയിൽ ഇതേ സ്വയം നിലയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതേ ടെക്നോളജിയിൽ ഇതേ മെറ്റീരിയൽസും ഇതേ സാങ്കേതിക വിദ്യയിലാണ് 2 നിലയിൽ നിർമ്മിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് പാറയാണ്, അതോ ഇത് താഴെ ഒരല്പം ഭംഗിക്ക് വേണ്ടി അല്പം ഏരിയ പാറ കൊടുത്തിരിക്കുന്നു. പാറയാണോ? ഓൾറെഡി പാറ തന്നെ. പാറയാണ്. അപ്പോൾ അങ്ങനെ ഈ ആർച്ചിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഇപ്പോൾ ഇവരുടെ ഒരു പിന്നെ കമ്പിയും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് ആർച്ചുകൾ കൊടുത്ത് അങ്ങനെ കമ്പിയൊക്കെ കുറയ്ക്കാൻ സാധിക്കും ആർച്ചുകൾ കൊടുക്കുകയാണെങ്കിൽ. അകത്തൊക്കെ ഇതുപോലെ തന്നെയാണോ? അകത്തുമൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നതെല്ലാം. നമുക്ക് അകത്തോട്ടൊന്ന് കാണാം. പിന്നെ ഈ സ്വിച്ച് ബോർഡൊക്കെ തന്നെ നമ്മൾ തടി കൊണ്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ചില രീതികളിലൊക്കെയാണ് സ്വിച്ച് ബോർഡ് വളരെ എടുപ്പൂതിര. അത് നമ്മുടെ നാട്ടിലെ എടുപ്പൂതിര, അമ്പലങ്ങളിലൊക്കെ ഉള്ള എടുപ്പൂതിരയാണത് ആ കാണുന്നത്. അതിന്റെ ഒരു ഡിസൈനിൽ നമ്മളത് ചെയ്തതാണ്. അതും മൊത്തം ഓടാണ്. അതെ. അന്നത്തെ ഈ ലോറി ബേക്കറിന്റെ ആ സമയത്ത് ഫുള്ള് ഇതുപോലുള്ള ഡിസൈനുള്ള വീടുകളും ഓഫീസുകളും എല്ലാം അങ്ങനെ ആ ഒരു ട്രെൻഡ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് വലിയ അന്ന് മാത്രമല്ല, അന്ന് വളരെ ഈ ലേബർ വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാരണം ഇത് വളരെ ലേബർ ഇൻറ്റൻസീവാണ്. അന്ന് ഞാനിത് 26 വർഷത്തിന് മുമ്പ് പണിയുമ്പോഴത്തേക്ക് 105 രൂപയാണ് മേശിരിയുടെ ശമ്പളം, 75 രൂപയാണ് മൈക്കാടിൻ്റെ ശമ്പളം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്രയും ലേബർ ആണെങ്കിലും എനിക്കത് വലിയൊരു കോസ്റ്റ് ആയില്ല. പക്ഷെ ഇന്നിപ്പോൾ 1500 രൂപ മേശിരിക്കും 1000 രൂപ മൈക്കാടിനും ആകുമ്പം ഇത്രയും ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്കത് ലോ കോസ്റ്റ് ആയിട്ട് വരത്തില്ല. മെറ്റീരിയൽസിൽ കുറച്ച് ലാഭം വന്നാലും ഈ ലേബറിൽ ഒരുപാട് എക്സസ് വരുന്നതുകൊണ്ട് നമുക്കത് ലാഭമായിട്ട് ഇന്ന് വരത്തില്ല. പിന്നെ പ്രകൃതി ഇണങ്ങുന്ന കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ചൂട് കുറവ് എന്നുള്ളതൊക്കെ രീതിയിൽ മാത്രമേ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നവരെല്ലാം തന്നെ ഇങ്ങനെ എക്സ്പോസ്ഡ് ബ്രിക്സ് ആകാതെ ഇപ്പോൾ പൂശി അങ്ങ് ലേബർ ലാഭിക്കാൻ വേണ്ടി പെട്ടെന്ന് പൂശി അങ്ങ് വിടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലേബർ ലാഭിക്കാം, മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ രാജേന്ദ്രൻ ഇതിൻ്റെ ആർക്കിടെക്റ്റ് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞതാണ് ഇപ്പം ലേബർ ലാഭിക്കാൻ വേണ്ടി വീടങ്ങ് പൂശും. അന്നേരം പിന്നെ ഇങ്ങനെ ഈ വരയ്ക്കാനുള്ള ലേബറൊന്നും ആവശ്യമില്ല. സ്ട്രെങ്തിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നവുമില്ല. കാരണം ഈ രീതിയിൽ ചെയ്ത വീടുകൾ 10, 40, 50 വർഷമായ വീടുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല. കൊല്ലത്ത് നമ്മുടെ പിന്നെ പബ്ലിക് ലൈബ്രറിയുടെ പുറവശമുള്ള വലിയ ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയം ഇതിൻ്റെ ഈ കൺസ്ട്രക്ഷനാണ്. പിന്നെ തേവള്ളിയിലുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓഫീസ്. അങ്ങനെ കൊല്ലത്ത് ഗവൺമെൻറ്റിൻ്റെതായ കോസ്റ്റ് ഫോർഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇദ്ദേഹം സ്ഥാപിച്ചതാണ് കോസ്റ്റ് ഫോർഡ് എന്ന് പറഞ്ഞത്. അതേപോലെ നിർമ്മിതി കേന്ദ്രം, അങ്ങനെ ഇതെല്ലാം തന്നെ ഇതേ ടെക്നോളജിയിൽ കെട്ടിടങ്ങൾ കെട്ടുന്ന ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഇവർ കെട്ടുന്നതെല്ലാം തന്നെ ഈ ടെക്നോളജിയിലാണ് കെട്ടുന്നത്. നമ്മുടെ നെറ്റില് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കോഫി ഹൗസ് വരെ ഈ ഒരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ കറക്റ്റ്. തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസ്. അതെ തന്നെ കറക്റ്റ്. ഒരുപാട് ബിൽഡിങ്ങുകൾ ഇതുപോലുള്ള വന്നിട്ടുണ്ട്. ശരിയാണ്. ഡിസൈൻ അത് തന്നെ. ഇത് പക്ഷേ അദ്ദേഹം ഇത് തുടങ്ങി വെച്ചു. അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തു, ശിഷ്യന്മാരുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെയുള്ള വീടുകൾ ചെയ്ത്, ഞാനിത് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ലാറി ബേക്കറിൻ്റെ ഒരു ശിഷ്യൻ മമ്മൂട്ടിക്ക് വേണ്ടി ചെന്നൈയിൽ ഇതേ മോഡലിൽ ഒരു വീട് ചെയ്തു. അപ്പം ഞാൻ ഇതിൻ്റെ കട്ടയൊക്കെ വാങ്ങിച്ചത് ഈ നമ്മുടെ തങ്ങളു ന്യൂസുകാരുടെ പിന്നെ മകൻ രണ്ടാം കുറ്റിയിലൊരു കട്ട ഫാക്ടറി ഉണ്ടായിരുന്നു. സുപ്രീം എന്നുള്ള പേരിൽ തന്നെയാണ് കട്ട ഫാക്ടറി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇതിൻ്റെ കട്ട, നല്ല ക്വാളിറ്റി കട്ട മേടിച്ചത്. അത് അപ്പം പറഞ്ഞ് ഈ മമ്മൂട്ടിയുടെ വീടിന് വേണ്ടി ഈ സുപ്രീമിൽ നിന്ന് കട്ട എടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോയി വീട് വെക്കുക ചെയ്തതെന്ന് പറഞ്ഞു. ഇതേ മോഡലിൽ
തറയോടായിരുന്നു ഇവിടെ ഇട്ടിരുന്നത്. വേറെ ലെവലാണ്. ഇത്രയും ഡിസൈൻ ഉണ്ടായിരുന്നില്ലേ ഇതിനകത്ത്? അത് ഓട് പാകി തന്നെയാണ് കൂര അടിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഡബിൾ ഹൈറ്റിൽ കൂര അടിച്ച് അവിടെ വന്നിട്ട് ആ കാണുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ തെയ്യമാണ്, മലബാറിലെ തെയ്യമാണ്. ഈ സൈഡിൽ ആരാ നിൽക്കുന്നത്? അതൊക്കെ അന്ന് നിർമ്മിച്ചതെല്ലാം തന്നെ. ഇത് വന്നിട്ട് ഒരു ശില്പി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ആ ശില്പിയെ കൊണ്ട് ഞാൻ ഐഡിയ പറഞ്ഞു, ഇത് ബോധിവൃക്ഷത്താണല്ല, ബുദ്ധനാണ്, തപസ് ചെയ്യുന്ന ബുദ്ധനാണ്. ബുദ്ധനാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭൗതികവും ആത്മീയവും എന്നാണ് ഞാൻ അതിന് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഭൗതിക ലോകത്തിന്റെ പ്രതിനിധിയാണ് ഈ മസിലുള്ള മനുഷ്യൻ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ബുദ്ധൻ എന്ന് പറയുന്നത് ആത്മീയ ലോകത്തിന്റെ പ്രതിനിധിയാണ്. പിന്നെ ഇത് രണ്ടും രവിവർമ്മ ചിത്രങ്ങളാണ്, ഞാൻ വരപ്പിച്ചതാണ്. എൻ്റെ ഒരു സുഹൃത്ത് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഞാൻ വരപ്പിച്ചതാണ്, ക്യാൻവാസിൽ വരപ്പിച്ചതാണ്. ശാകുന്തളവും ഹംസദമയന്തിയും. അത് തന്നെ, കാലിൽ തർപ്പുവിനുള്ളത്. ഇത് ഹംസദമയന്തി. ലൈബ്രറി. എൻ്റെ വീട് ഫാമിലിയിലെ പഴയ കാലത്തെ ഫോട്ടോകളായതല്ല. ഇത് ഒരു കണക്കുള്ള വിളക്കാന്ന, പഴയ കാലത്തെ ഒരു വിളക്കിന്റെ ഒരു മോഡലാണ്. അദ്ദേഹം ഈ വർക്ക് നടക്കുമ്പോഴെല്ലാം അദ്ദേഹം ഇതിന്റെ സൂപ്പർവിഷന് വരും. ഈ രാജേന്ദ്രൻ എല്ലാ ദിവസവും വരുമായിരുന്നു. ഉണ്ട്. അദ്ദേഹം ഈ കൊട്ടിയം NS ആശുപത്രിയിലെ ഒരു കൺസൾട്ടന്റ് ആണ്. ഇത് ഒരു അമ്മയും കുഞ്ഞുമാണ്, കുഞ്ഞിനെ കളിപ്പിക്കുന്ന അമ്മയാണ്. വീട് നിർമ്മിച്ച സമയത്ത് ഉണ്ടാക്കിയ ശില്പങ്ങളല്ല. ഇതുപോലും ഈ കണ്ണാടി പോലും ഞാൻ ആ ഒരു മറ്റേ ഇതുണ്ടല്ലോ, ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ണാടി പ്രതിഷ്ഠ, അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഈ ഞാൻ തന്നെയാണ് നമ്മുടെ ഈ ശബരിമലയിലുണ്ടല്ലോ തത്വമസി, അതിൻ്റെ ഒരു ഇതാണ്, പ്രിൻസിപ്പിളാണ്. അതായത് നമ്മൾ നോക്കുക, ഞാൻ തന്നെയാണ് ദൈവം എന്നുള്ള. ഫാദറാണ്, അത് മദറാണ്. അല്ല, അതിന്റെ കൂടെ തന്നെ വെച്ചത്. അതെ. മേളിൽ നമ്മൾ ഈ കൽവിളക്കും, അല്ല കൽവിളക്കല്ല, നമ്മൾ ഈ തെയ്യം ഇതെടുക്കുമ്പോഴാണ് അതിന്റെ കംപ്ലീറ്റ്. വെച്ചപ്പോ തന്നെ ഈ കട്ട ഭിത്തി കെട്ടിയപ്പോ തന്നെ അതിന്റെ കൂടെ ഡിസൈൻ ചെയ്തതാണ്. ചെയ്ത് വെച്ചതാണ്. ഇത് കണ്ടില്ല അന്ന്. ഇത് പിന്നെ ഈ ലാറി ബേക്കർ സ്ഥിര അയാളുടെ പുള്ളിയുടെ എല്ലാ കെട്ടിടങ്ങൾക്കും ഇതുണ്ട്. ഈ ഇങ്ങനെ ബിയർ കുപ്പികളാ. അന്ന് തന്നെ ചെയ്തതാണ്. ബിയർ കുപ്പികളാണ്. ഇതൊരു പഴയ കാലത്ത്, ഇത് പിന്നെ ഞാൻ മേടിച്ചിട്ട് പഴയ കാലത്ത് ആന്റീക്ക് വിളക്കാണ്. കണ്ടില്ലേ, ഓരോ ആന ഇങ്ങനെ ഈ താങ്ങി നിർത്തിയിരിക്കുന്നത് കണ്ടില്ല, കുറേ ആനകൾ. ആന്റീക്ക് വിളക്കാ, പഴയ. അന്ന് ഒരു ആന്റീക്കായിട്ട് ഒരു തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് മേടിച്ചതായിരുന്നു. അത് മേളില്. എനിക്ക് 1, 2, 3 ആന.
അതിങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്ന വിളക്ക്. അതും ഒരു വിളക്കാണ്. അതും സാധാരണ ഇത് രണ്ടും പിന്നെ നമ്മുടെ ഇന്ന് ഇനി വെളിയിലുണ്ട്. കാണിച്ചു തരാം. ഈ തറയോടാണ് കംപ്ലീറ്റ്. ഇത് തറയോടാണ്. പിന്നെ അത് താഴത്തെ ഫ്ലോറിൽ ഇതായിരുന്നു. പിന്നെ കാലപ്പഴക്കം വന്നപ്പം ഫംഗസ് വരാൻ തുടങ്ങി. തണുപ്പ് ഇവിടെ പണ്ട് വയലിനകത്ത് ഭൂമിയാണ്. അപ്പോൾ അങ്ങനെ തണുപ്പ് കയറി വന്നിട്ട് അവിടെ ഫംഗസ് വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ പിന്നെ ടൈല് മാറ്റി. പക്ഷെ ഇവിടെ ഒന്നും ഒരു കുഴപ്പവും ഇല്ല. തണുപ്പ് നല്ല അല്ല. ഇത് കമ്പനിക്കാരുടെ തറയോടാണ്. നമ്മുടെ സാധാരണ പഴയ കാലത്തെ തറയോട്. അത് കമ്പനിക്കാരുടെ. അത് ഈ ലാറി ബേക്കറി ഇതാ റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ല ഗ്രാനൈറ്റ് പോലെ പോളിഷ് ചെയ്തിട്ടിരിക്കുക. ഇടാം. ഇതൊരു കാളവണ്ടിയുടെ വീലാണ്. പക്ഷെ അതിൻ്റെ അവിടെ ഈ ശിവന്റെ താണ്ഡവ നൃത്തം. പഴയ കാളവണ്ടിയുടെ വീലാണ് അത്. നമ്മള് ജാളി പക്ഷെ ഇപ്പൊ വെച്ചതാണ്. അന്ന് വേറെ കമ്പിയുടെ ഡിസൈൻ ആയിരുന്നു. അത് മാറ്റി ഇതിപ്പോ ലേറ്റസ്റ്റ് ആയി ഇപ്പോഴത്തെ ജാളി. ഇതൊക്കെ അന്നത്തെ അതുമൊക്കെ അന്ന് വെച്ചതാ. അതിന്റെ കൂടെ അതിന് മേളില് ഇവിടെ എല്ലാം ഉണ്ട്. കണ്ടില്ലേ ഇവിടെ നോക്കിയേ കണ്ട. കൂര കണ്ടില്ല. അന്ന് തന്നെ ചെയ്താ. എനിക്ക് വീട് വെക്കണമെന്നുള്ള ആഗ്രഹം വന്നപ്പോഴത്തേന് എൻ്റെ മനസ്സിൽ ഒരു പരിസ്ഥിതിക്കിണങ്ങുന്ന വീട് എന്നുള്ള ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്താണ് ഈ കൊട്ടിയം രാജേന്ദ്രൻ എന്ന് പറയുന്ന ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുള്ളി. അപ്പം ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ആ ലാറി ബേക്കറിൻ്റെ ശിഷ്യനാണ്. പുള്ളി ആ രീതിയിലുള്ള വീടുകൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് പുള്ളി ചെയ്ത പല വീടുകളും കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ എനിക്ക് ആ ഡിസൈനും ആ വീടുകളിൽ ചെന്നപ്പോഴുള്ള ആ തണുപ്പും ഒക്കെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് അങ്ങനെ പിന്നെ ഞാൻ പുള്ളിക്ക് അന്ന് പുള്ളിയുടെ കീഴിൽ ഇഷ്ടം പോലെ ഇതേ കണക്കുള്ള വീടുകൾ നിർമ്മിക്കാൻ ഉള്ള ട്രെയിനിങ് കിട്ടിയ ഈ നെടുമങ്ങാട് സൈഡിൽ നിന്നൊക്കെ ഉള്ള കുറേ ജോലിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ വന്ന് ഞാൻ അവർക്കൊരു ഷെഡ് പണിഞ്ഞു കൊടുത്ത് അവർ ആ ഷെഡിൽ താമസിച്ച് അങ്ങനെയാണ് അവരിവിടെ ഈ വീടുകൾ നിർമ്മിച്ചത്. അപ്പം അന്ന് ഇതൊക്കെ വളരെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഈ ലേബർ ഇത്രയും നമ്മുടെ നാട്ടിൽ അങ്ങ് കൂടിയത് കൊണ്ട് നമുക്ക് ഇന്നിപ്പം ഈ പറഞ്ഞാണെങ്കിൽ ഇങ്ങനെയൊന്നുമുള്ള ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് ലേബറാകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ അങ്ങ് നമുക്ക് പൂശി പോകാനേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത്രയും കാശിറക്കാൻ അന്നേരം ഒരു ലോ കോസ്റ്റ് വീടെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പോൾ പക്ഷെ ഒരു മോഡൽ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഏത് ചൂട് സമയത്ത് നമുക്കിവിടെ ആവശ്യമില്ല. നമുക്കിവിടെ AC ഇല്ല നമ്മുടെ വീട്ടിൽ. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഏറ്റവും ചൂടുള്ള സമയത്ത് പോലും ചെറിയായിട്ടൊന്ന് ഫാൻ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് അത്രയും തണുപ്പുണ്ട്. എൻ്റെ പേര് ആൻ്റണി ജോൺ. ഞാൻ താമസിക്കുന്നത് കൊല്ലത്ത് രാമൻകുളങ്ങരയിൽ സെൻറ്റ് മേരീസ് സ്കൂള് കേന്ദ്രീയ വിദ്യാലയം ഇതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. ഞാൻ ഒരു കരിയർ കൺസൾട്ടൻ്റാണ്. എൻ്റെ ഓഫീസ് ബിഷപ്പ് ജെറോം നഗറിലാണ്. ഇത് 26 വർഷം കഴിഞ്ഞു ഇപ്പോൾ വീട് പണിഞ്ഞിട്ട്.